രേഷ്മാസ് കിച്ചണിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ തീയലാണ്. നമുക്കതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായി ഞാൻ 2 വഴുതനങ്ങ ചെറുതായി അരിഞ്ഞതും ഒരു 7-8 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായി ഞാൻ കുറച്ച് എണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം 1 കപ്പ് തേങ്ങ ചിരകിയത് അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പൊടിയൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ഒരു ജാറിലിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വഴുതനങ്ങ, ഉള്ളി, പച്ചമുളക് എന്നിവ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇവ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വഴുതനങ്ങയെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഇനി നമ്മുടെ കറിക്ക് തിക്കിനനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കറിക്ക് വേണ്ട തിക്കിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇനി നമ്മുടെ കറി നന്നായി ഒന്ന് തിളച്ച് വരണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇതവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അതിന് ശേഷം നമുക്ക് അവസാന സ്റ്റെപ്പിലോട്ട് പോവാം. അതിനായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് കടുകും പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.